സംസ്ഥാന സർക്കാർ കണ്ണൂരിലെ പൊതുസമൂഹത്തോട് കാട്ടുന്ന കുറ്റകരമായ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ ഡിസംബർ 12-ന് കോടതി നടപടികൾ ബഹിഷ്കരിച്ച് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തുമെന്ന് കണ്ണൂർ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാർ കണ്ണൂരിലെ പൊതുസമൂഹത്തോട് കാണിക്കുന്ന കുറ്റകരമായ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കണ്ണൂരിലെ അഭിഭാഷകർ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഡിസംബർ 12-ന് കോടതി നടപടികൾ ബഹിഷ്കരിച്ച് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തുമെന്ന് കണ്ണൂർ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 117 കൊല്ലമായി ഒരു ജില്ലാ കോടതിയില്ലാത്ത കണ്ണൂരിൽ ഒരു ജില്ലാ കോടതി അനുവദിക്കുന്നതിന്റെ ഭാഗമായാണ് നിലവിൽ കണ്ണൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ട്രാക്ക് കോടതി ഡിജിറ്റൽ MECT കോടതിയായി മാറ്റുന്നതിന് കേരള ഹൈക്കോടതി ഉത്തരവായത്. ഈ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് തലശ്ശേരിയിലേക്ക് ഈ കോടതി മാറ്റിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവായിരിക്കുകയാണ്. എല്ലാ കോടതികളും തലശ്ശേരിയിൽ മാത്രം സ്ഥാപിക്കുന്നതിന് പിന്നിൽ സങ്കുചിത താൽപര്യം സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് കഴിഞ്ഞ കാലത്തെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ വിഭാഗം ഇപ്പോഴും സജീവമാണെന്നാണ് ഡിജിറ്റൽ കോടതി മാറ്റത്തിലൂടെ തെളിയുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് GV പങ്കജാക്ഷൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബുരാജ്, മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് EP ഹംസക്കുട്ടി, PP വേണു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ഉടൻ പ്രാബല്യത്തിൽ വരുന്ന തരത്തിലാണ് ഉത്തരവായത്. പക്ഷേ ആ കോടതി ഇവിടെ ആരംഭിക്കുന്നതിന് വേണ്ടുന്ന പ്രാഥമിക നടപടികൾ തലശ്ശേരിയിൽ നിന്ന് ഒരു ശിരസ്തധാരി അടക്കം കണ്ണൂരിലേക്ക് ഡെപ്യൂട്ട് ചെയ്ത ഉത്തരവ് അടക്കം വന്നതിന് ശേഷം ഞങ്ങളോട് ഒരു വാക്കുപോലും പറയാതെ ആ കോടതി കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് മാറ്റിക്കൊണ്ട് കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. കണ്ണൂരിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് 1907 കണ്ണൂരിൽ ആദ്യമായിട്ട് മുനിസിപ്പൽ കോടതി ആരംഭിക്കുന്നത്. 117 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ ഒരു ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ കോടതിയില്ലാത്ത ഏക ജില്ലാ ആസ്ഥാനം കണ്ണൂരാണ്. 1962 ഒരു സബ് കോടതിക്ക് വേണ്ടിയിട്ട്, ജില്ലാ കോടതിയുടെ താഴെ വരുന്ന ഒരു കോടതിയാണ് സബ് കോടതി. ആ സബ് കോടതി അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികളുടെ പ്രയത്നം ഫലം കാണുകയും 62 ഒരു സബ് കോടതി കണ്ണൂരിനെ അനുവദിച്ചുകൊണ്ട് ഉത്തരവാകുകയും ചെയ്തു. പക്ഷേ അപേക്ഷ കൊടുത്തു. 2012 കണ്ണൂരിനെ ഈ പറയുന്ന സബ് കോടതി അനുവദിച്ചിട്ടത്. അതും ഹൈക്കോടതിയിൽ ഒരു റിട്ട് അന്നത്തെ ഞങ്ങളുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് T. നിസാർ അഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹം റിട്ട് ഫയൽ ചെയ്തിട്ട് മഞ്ജുഷ ചെല്ലൂർ എന്ന് പറയുന്ന അന്നത്തെ CJയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ പ്രത്യേകമായ ഉത്തരവിലൂടെയാണ് ആ കോടതി അനുവദിച്ച് കിട്ടിയത്. ജില്ലാ കോടതി അപ്പോഴും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി കണ്ണൂരിലെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ ട്രാക്ക് കോടതിയുണ്ട്, പോക്സോ കോടതി. ആ കോടതി 2025 അത് അവസാനിക്കുകയാണ്. എല്ലാ കോടതികളും 14 ജില്ലകളിലും അത്തരം കോടതികളുണ്ട്. ആ കോടതികളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന കോടതികളാണ്. ആ കോടതികളുടെ പ്രവർത്തനം 2025 അവസാനിക്കും. അപ്പോൾ ആ കോടതികളൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഡിജിറ്റൽ കോടതികൾ ആയിട്ട് പ്രഖ്യാപിച്ചു. ആ കൂട്ടത്തിലാണ് കണ്ണൂരിന് ഒരു ഡിജിറ്റൽ കോടതി അനുവദിച്ചത്. ആ കോടതിയാണ് ഇവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. തലശ്ശേരിയിൽ 5 ജില്ലാ കോടതികളുണ്ട്. 5 ജില്ലാ കോടതികൾ, 5 വാഹന നഷ്ടപരിഹാര കോടതികളും ഉണ്ട്. വാഹനാപകട നഷ്ടപരിഹാര MECT കോടതികളുണ്ട്. അവിടത്തേക്കാണ് കണ്ണൂരിന് അനുവദിച്ച വാഹനാപകട നഷ്ടപരിഹാര കോടതി അടക്കമുള്ള കോടതി വലിച്ചു കൊണ്ടുപോകുന്നത്. ഇത് കണ്ണൂരിലെ അഭിഭാഷകരുടെ മാത്രം വിഷയമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. കാരണം നീതി ഏറ്റവും അടുത്ത് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ട്. ഈ അവകാശത്തെ തുരങ്കം വെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് തലശ്ശേരിയിലുള്ള ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അഭിഭാഷകരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ കണ്ണൂരിലെ ജനങ്ങൾക്ക് ഈ നീതി നിഷേധിക്കുന്നതിനെതിരായിട്ട് കഴിഞ്ഞ എത്രയോ കാലമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നെങ്കിലും യാതൊരു വിധത്തിലുള്ള ഒരു പരിഹാരവും ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അവരൊക്കെ തന്നെ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ജുഡീഷ്യൽ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് തീരുമാനിച്ചിരുന്നത് തലശ്ശേരിയാണ്. അത് 1956 സംസ്ഥാനം രൂപീകൃതമാകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് എല്ലാ നിയമപരമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും തലശ്ശേരിയിലാണ് വേണ്ടത് എന്നുള്ള അങ്ങേ തലക്കൽ തെറ്റായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് എടുത്ത ഒരു തീരുമാനത്തെ നടപ്പിലാക്കാൻ വേണ്ടി എന്നുള്ള നാട്യത്തിലാണ് കണ്ണൂരിലെ ജനങ്ങൾക്ക് ഉള്ള അവകാശം നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സായി കണ്ണൂരും ജുഡീഷ്യൽ ഹെഡ്ക്വാർട്ടേഴ്സായി തലശ്ശേരിയുമാണ് എന്ന് പറയുന്നവരോട് ഞങ്ങൾ ചോദിക്കുന്നത്, തളിപ്പറമ്പിൽ ജില്ലാ കോടതി ആരംഭിച്ചു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് തളിപ്പറമ്പിൽ ഒരു ജില്ലാ കോടതി വന്നത്? തളിപ്പറമ്പിൽ MECT കോടതി ആരംഭിച്ചു. മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ, വാഹനാപകട നഷ്ടപരിഹാര കോടതി. അവിടെ 200 വക്കീലന്മാരേ ഉള്ളൂ. അവർക്ക് പ്രത്യേകമായ കോടതി അനുവദിച്ചു കൊടുത്തു. കണ്ണൂരിന് ചോദിക്കുമ്പോഴാണ് ഈ ജുഡീഷ്യൽ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള ഒരു ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നത്. അപ്പോൾ ഇത്
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അഭിഭാഷകരുടെ മാത്രമൊരു വിഷയമായിട്ടല്ല, കണ്ണൂരിലെ സർക്കാർ ജീവനക്കാരുടെ കളക്ടറേറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ഫയലും കൊണ്ട് തലശ്ശേരിയിലേക്കാണ് പോകേണ്ടത് എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ. കണ്ണൂരിലെ സാധാരണക്കാരായ മനുഷ്യർ ഒരു വാഹനാപകടം നടന്നു കഴിഞ്ഞാൽ അതിന് നഷ്ടപരിഹാരം കിട്ടാനുള്ള കേസുമായിട്ട് തലശ്ശേരിയിലേക്ക് പോകണം. എല്ലാ കാര്യങ്ങൾക്കും തലശ്ശേരിയിലേക്ക് പോകണം. ഇവിടെ നിന്ന് അധികാര വികേന്ദ്രീകരണം പറയുന്ന അധികാരികൾ തന്നെയാണ് നിയമത്തിൻ്റെ കാര്യം വരുമ്പോൾ, നീതിയുടെ കാര്യം വരുമ്പോൾ കേന്ദ്രീകരണം നടത്തുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ട് ബാർ അസോസിയേഷൻ സംഘടിതമായിട്ട് എല്ലാ കക്ഷിരാഷ്ട്രീയ പരിഗണനകളും മാറ്റിവെച്ചുകൊണ്ട് വരുന്ന 12-ാം തീയതി കോടതി നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് കലക്ടറേറ്റിലേക്ക് ഒരു മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. When you dream, it's okay, let him go. You're happy home. Open your eyes and look around you. Just feel your home. Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready with your happy, happy home. Hey, Smile. how's it? This is fine. വീട് റെഡി. ആഹാ, എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Irati, Kannur. From the house of Reena Developers.